ഇന്ന് എന്റെ ട്രാൻസ്ഫോർമേഷന്റെ 33ാമത്തെ ദിവസാട്ടാ. സാധാരണ രീതിയിൽ എല്ലാവരും 1ാമത്തെ ദിവസം തൊട്ടൊക്കെ ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോസ് ഇട്ട് തുടങ്ങാറുള്ളത്. പക്ഷെ ഞാനാണെങ്കിൽ 33ാമത്തെ ദിവസം തൊട്ടാണ് വീഡിയോസ് ഇട്ട് തുടങ്ങണേട്ടാ. കാരണം വേറെ ഒന്നല്ല, കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ നല്ല മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ കാലറി ഡെഫിസിറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്. സാധാരണ രീതിയിൽ പെൺകുട്ടികൾക്ക് പീരീഡ്സ് വരുമ്പോഴൊക്കെ ഈ മൂഡ് സ്വിങ്സ് വരാറുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ആണുങ്ങൾക്കും ഈ മൂഡ് സ്വിങ്സ് വരാറുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതിട്ടാ. അങ്ങനെ ഞാൻ കാലത്ത് നേരത്തെ എഴുന്നേറ്റിട്ട് ജിമ്മിലേക്ക് പോണ വഴി ഒരു കൊലപാതക രംഗം നേരിട്ട് തന്നെ കണ്ടുട്ടാ. ശരിക്കും ഞാൻ ഭയങ്കര ഹെൽപ്ലെസ് ആയിരുന്നു കേട്ടാ. നോക്കി നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ ജിമ്മിലെത്തിയിട്ട് നല്ല പോലെ വാമപ്പ് ഒക്കെ ചെയ്തിട്ട് ആദ്യം തന്നെ ഇംഗ്ലണ്ട് ബെഞ്ചിൽ 18 കിലോന്റെ ഡംബൽസ് എടുത്തിട്ട് ചെസ്റ്റ് പ്രസ് അടിച്ചുട്ടാ. എന്നിട്ട് 12 കിലോന്റെ ഡംബൽസ് എടുത്തിട്ട് 2 സെറ്റ് ഷോൾഡർ പ്രസ് അടിച്ചു. അതിനുശേഷം 15 കിലോന്റെ ഒരു 2 സെറ്റ് കേബിൾ ക്രോസ് ഓവർ ചെയ്തു. എന്നിട്ട് 8 കിലോന്റെ 2 ഡംബൽസ് എടുത്തിട്ട് ഒരു 3 സെറ്റ് ലാറ്ററൽ റൈസും ചെയ്തു. എന്നിട്ട് ഞാൻ ചെയ്തത് 10 കിലോന്റെ ഒരു 4 സെറ്റ് ട്രൈസെപ്പ് പുഷ് ഡൗൺ ആട്ടാ. എന്നിട്ട് ആപ്സിന് വേണ്ടിയിട്ട് കേബിൾ ക്രഞ്ചസും ചെയ്തു. ഈ കേബിൾ ക്രഞ്ചസ് ശരിക്കും ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല കേട്ടാ. ഞാൻ ചെയ്യണ ഫോം ശരിയാണോന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ കുറച്ച് കഴുത്തിന് അടിച്ചു വിട്ടാ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുന്നത് ചെറിയ ക്രേവിങ്സ് വന്നത്. പക്ഷെ ഇപ്പോൾ കാലറി ഡെഫിസിറ്റ് ആയ കാരണം എനിക്ക് പൊറോട്ടനെ കുറിച്ച് ആലോചിക്കാനേ പോലും പറ്റില്ല കേട്ടാ. അങ്ങനെ പൊറോട്ട കഴിക്കാൻ പറ്റാത്ത വിഷമത്തില് ഞാൻ ആകെ ഡിസപ്പോയിന്റഡ് ആയിട്ട് റൂമിലേക്ക് അങ്ങനെ തിരിച്ചു പോയി. റൂമിലെത്തിയ ശേഷം ഞാനൊരു 45 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ ദിവസം കഴിക്കാനുള്ള 4 മീൽസ് ഉണ്ടാക്കിയിട്ടാ. കാലത്ത് ഞാൻ കുറച്ച് ബ്രൗൺ ബ്രെഡും പിന്നെ 2 എഗ് വൈറ്റ് ആണ് കഴിച്ചത് കേട്ടാ. പിന്നെ വൈകിട്ട് സ്നാക്സിനായിട്ട് ഒരു ആപ്പിളും പിന്നെ ഒരു 2 വോൾ എഗ്ഗും കഴിച്ചു കേട്ടാ. ഉച്ചക്കലത്തെ ലഞ്ചിനും പിന്നെ രാത്രിയിലത്തെ ഡിന്നറിനായിട്ട് കുറച്ച് ചപ്പാത്തിയും ഒരു 120 ഗ്രാം ചിക്കൻ ബ്രസ്റ്റും പിന്നെ കുറച്ച് വെജീസും പിന്നെ ഫ്രൂട്ട്സും ആണ് കഴിച്ചത് കേട്ടാ. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാട്ടാ.